പ്രൈസ് ദി ലോർഡ്. ഈ കൂട്ടായ്മയിൽ വളരെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും ഒരു ദൈവാലോചനയ്ക്ക് വേണ്ടി, ഒരു ദൈവിക ഇടപെടലിന് വേണ്ടി, ഒരു ദൈവിക ഗൈഡൻസിന് വേണ്ടി നിങ്ങൾ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്നുവെങ്കിൽ, ഒരു ദൈവിക ഉദ്ദേശം മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു കൂട്ടം ചോദ്യത്തിൻ്റെ മധ്യത്തിൽ വളരെ ഇഫക്റ്റീവായിട്ടുള്ള, റീസണബിളായിട്ടുള്ള ഒരു മറുപടിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണ് എങ്കിൽ, അടുത്ത ഒരു ചുവട് ഏത് നിയോഗത്തോടും ആലോചനയോടും കൂടെ വെക്കണം എന്ന ഒരാലോചനയോടെ, പ്രാർത്ഥനയോടെ, താല്പര്യത്തോടെ നിങ്ങൾ ഈ മീറ്റിങ്ങിൻ്റെ മുമ്പിൽ ഇരിക്കുന്നുവെങ്കിൽ, ഇത് മനുഷ്യരാലല്ല, ദൈവത്താൽ ഒരുക്കപ്പെട്ട ഒരവസരമാണ്. ഇത് ദൈവത്താൽ തന്നെ നൽകപ്പെട്ട ഒരു സമയമാണ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ആമേൻ. അവർ കൈകൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ഹല്ലേലൂയ. യെസ്, ദൈവത്തിൻ്റെ വചനം അത് ആത്മാവിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുക എന്നത് ഒരു ഭയങ്കര വലിയ ഗിഫ്റ്റാണ്. ഞാൻ ശുശ്രൂഷയ്ക്ക് മുൻപേ, ഞാൻ ഈ കർത്താവിൻ്റെ വേലയിൽ ഇറങ്ങുന്നതിന് മുന്നേയും ദൈവവചനം വായിച്ച വ്യക്തിയാണ്, ദൈവവചനത്തെ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ എന്നിൽ യാതൊരു ക്രിയയും ദൈവവചനം ചെയ്തില്ല എന്ന് ഞാൻ പറയത്തില്ല. എനിക്കൊന്നൊരു ദൂത് കേൾക്കാൻ, അല്ലെങ്കിൽ എനിക്കൊരു ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ബൈബിൾ തുറക്കുന്ന ഒരാളായിരുന്നു. വ്യക്തമായിട്ട് എന്നോട് സംസാരിക്കുകയും ചെയ്യും. എന്നോട് വ്യക്തമായിട്ട് വളരെ ചെറിയ പ്രായം മുതൽ, അല്ലെങ്കിൽ നാളുകൾ മുതൽ തന്നെ ദൈവം എന്നോട് ഒരു ആലോചന, അത് ഒരു കാര്യം ചോദിച്ചറിയാൻ വേണ്ടി മാത്രം ഞാൻ ദൈവവചനം എടുക്കുന്ന സന്ദർഭത്തിൽ ദൈവം എന്നോട് സംസാരിക്കുമെന്നുള്ളത് ഞാൻ തുറന്നു പറയുകയാണ്. ഞാൻ ഒരു മാനുഷിക ബുദ്ധിയോടെയാണ് അത് ചെയ്യുന്നതെങ്കിൽ പോലും ദൈവം എന്നോട് മുഷിഞ്ഞ മുഖം കാണിച്ചിട്ടില്ല. കർത്താവ് എന്നോട് ഞാൻ ശരിയായ ഒരു ജീവിതത്തിലല്ലാതിരുന്ന സമയത്ത് പോലും, അല്ലെങ്കിൽ ഞാൻ ദൈവവചനപ്രകാരം ചിട്ടപ്പെട്ടിട്ടില്ലാതിരുന്ന സമയത്ത് പോലും ദൈവം എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല. എന്നെ ദൈവം ഒരിക്കൽ പോലും ശപിച്ച് സംസാരിച്ചിട്ടില്ല. എന്നോട് അപ്പോഴും കർത്താവ് തിരുവെഴുത്തിലൂടെ സംസാരിക്കും. എന്നാൽ ഞാൻ അതൊക്കെ മനസ്സിലാക്കുന്നത് മാനുഷിക ബുദ്ധി കൊണ്ടാണ്. എന്തുകൊണ്ട് ദൈവം എന്നോട് അപ്പോഴും, ഞാൻ ദൈവവചനപ്രകാരം ചിട്ടപ്പെടാത്ത ഒരു മനുഷ്യനായിരുന്നിട്ടും സംസാരിച്ചു എന്ന് ചോദിച്ചാൽ ദൈവത്തെ കുറ്റപ്പെടുത്താനൊക്കത്തില്ല. എൻ്റെ അകത്ത്, അതായത് ഇപ്പോൾ ഞാൻ ദൈവവചനം ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ആസ്വദിക്കുകയും ചെയ്ത എൻ്റെ ആത്മാവിലെ ദാഹം ദൈവം അന്ന് തിരിച്ചറിഞ്ഞു. ഇന്ന് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നത് ആത്മാവിലായിരുന്നു ആ ദാഹം എന്നത്. എന്നാൽ അന്ന് ദൈവം തമ്പുരാൻ അത് മനസ്സിലാക്കി. ഇവൻ്റെ ഉള്ളിൽ അടങ്ങാത്ത ഒരു ഭയങ്കര ആഗ്രഹം എന്നോടുണ്ട് എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് അന്ന് സംസാരിച്ച വചനങ്ങളൊക്കെ ഇന്ന് ദൈവം എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ അത് സ്പിരിറ്റിലാണ് അതിനെ മനസ്സിലാക്കുകയും അതിൻ്റെ ആഴങ്ങളെ ദൈവം വെളിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചും ദൈവം സംസാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മുടെ സ്പിരിറ്റിൽ അതിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്, സ്പർശിക്കുന്നത് നിങ്ങളുടെ ആത്മാവിനെ ആയിരിക്കും. നിങ്ങളുടെ ആത്മാവിനെ ആയിരിക്കും ഇന്ന് സ്പർശിക്കുന്നത്. നിങ്ങൾ അതിനു വേണ്ടി തന്നെ പ്രാർത്ഥിക്കണം. നമ്മൾ ഇന്ന് എന്താണ് ചിന്തിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ പല ഇൻസിഡൻസ് സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ആക്സിഡൻ്റലി പല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, അപ്രതീക്ഷിതമായി ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, അത് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്ന, എന്ത് കാര്യത്തിലും ദൈവത്തോട് എന്നവണ്ണം അടുപ്പം കാട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ചില കാഷ്വാലിറ്റീസൊക്കെ സംഭവിക്കുമ്പോൾ അവർ വേഗം തളർന്നു പോകാൻ സാധ്യതയുണ്ട്. കാരണം അവർ ഏതും ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച്, വിശ്വാസം അർപ്പിച്ച് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികൾ ചിലപ്പോഴെങ്കിലും ഇങ്ങനെ പകച്ചു നിൽക്കും. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ, ഇത്രയുമൊക്കെ ഞാൻ എൻ്റെ ലൈഫിനെ ടേക്ക് കെയർ ചെയ്തിട്ടും, അല്ലെങ്കിൽ പല വഴികളിലേക്ക് എന്നെ വലിക്കുന്ന വഴികളിലൊന്നും ഞാൻ പോകാതെ ദൈവമേ എന്ന് പറഞ്ഞ് ചേർന്ന് നിന്നിട്ടും, ചില കാര്യങ്ങൾക്കെങ്കിലും എൻ്റെ ഉത്തരങ്ങൾ വൈകുന്നതും, ചില കാര്യങ്ങളെങ്കിലും ഇങ്ങനത്തെ കാഷ്വാലിറ്റീസൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതും, ഞാൻ ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും കാണാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ
റിയാലിറ്റിയായി എൻ്റെ ലൈഫിൽ ഇങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നതും അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടൊരു മറുപടി കിട്ടാത്തതും എന്നൊക്കെ നമ്മളിൽ പലരും ചോദിക്കാൻ സാധ്യതയുള്ളതും ഇന്ന് ഈ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നതുമാകുന്ന കാര്യങ്ങളായിരിക്കും. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിനകത്ത് മടുപ്പ്, മരവിപ്പ് എന്ന് പറയുന്നത് ഏത് നിമിഷം വേണേലും കയറി വരാൻ സാധ്യതയുണ്ട്. മടുപ്പ്, മരവിപ്പ്, ഉദാസീനത, ഇതൊക്കെ നമുക്ക് ഏത് സെക്കൻഡ് വേണമെങ്കിലും നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ തച്ചുടച്ച് കളയാൻ, ദൈവവുമായിട്ടുള്ള ബന്ധത്തെ തച്ചുടച്ച് കളയാൻ, ദൈവവുമായിട്ട് നമ്മളെ സെപ്പറേറ്റ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അത് സംഭവിക്കാതിരിക്കണമെങ്കിലും എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം ലഭിക്കണം എന്നുണ്ടെങ്കിലും നാം അന്വേഷിക്കുന്നത് നമ്മുടെ സ്പിരിറ്റ് കൊണ്ടായിരിക്കണം, നമ്മുടെ ആത്മാവ് കൊണ്ടായിരിക്കണം, അകത്തെ ജീവൻ കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ അകത്തെ കാഴ്ച കൊണ്ടായിരിക്കണം നമ്മൾ നോക്കുന്നത്. എങ്ങനെ അകത്തെ കാഴ്ചയിലാണ് ഞാൻ ഒരു കാര്യത്തെ വീക്ഷിക്കുന്നത്, വിവേചിക്കുന്നത് എന്ന് അറിയാൻ പറ്റും. ഒന്ന്, ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്കൊരു കാര്യം ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആവർത്തന പുസ്തകം 29-ാമത്തെ അധ്യായം 29-ാമത്തെ തന്നെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. ഒന്നും കൂടെ, ഡ്യൂട്രിമോണി ചാപ്റ്റർ 29 വേഴ്സ് 29. ആവർത്തന പുസ്തകം 29-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളതത്രേ, ഉള്ളവയത്രേ. വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായപ്രമാണത്തിൻ്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളതാകുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഒരാത്മീയൻ്റെ ജീവിതത്തിലാണെങ്കിൽ പോലും എല്ലാ കാര്യവും തുറന്ന് ലഭിച്ചിട്ടുള്ളതല്ല, എല്ലാ കാര്യങ്ങളും തുറക്കപ്പെട്ടിട്ടില്ല. ചില കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നു, ചില കാര്യങ്ങൾ തുറന്ന് തന്നിരിക്കുന്നു. തുറന്ന് തന്നതിലുള്ള ഒരു മർമ്മമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത്. എല്ലാ കാര്യവും തുറക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത്. ഈ മർമ്മം തിരിച്ചറിയുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിലും, ഇതിനു വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിലും ദൈവം തമ്പുരാൻ അത് തുറന്നു കൊടുത്ത ചരിത്രം പുതിയ നിയമങ്ങൾ പഠിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വളരെ വലിയ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ എത്ര പേർക്ക് എൻ്റെ ഈ ഒരു ആശയത്തോടല്ല, പരിശുദ്ധാത്മാവ് തരുന്ന ഈ ഒരു സന്ദേശത്തോട് നിങ്ങൾ കണക്റ്റ് ആകും എന്നെനിക്കറിഞ്ഞൂടെ. എന്നാൽ കണക്റ്റായാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓപ്പണായി കിട്ടും. ഞാൻ ഈ വേർഡ് എടുത്തപ്പോൾ പെട്ടെന്ന് ഇന്ന് വൈകുന്നേരം ഞാൻ സംസാരിച്ച ഒരു സഹോദരനുമായിട്ടുള്ളൊരു കോൺവെർസേഷനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആ ബ്രദർ ഇന്ന് ഈ മീറ്റിങ്ങിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സഹോദരൻ എന്നെ കർണാടകയിൽ നിന്നാണ് വിളിച്ചത്. ആ ബ്രദർ ഇതിനകത്തുണ്ടെങ്കിൽ വളരെ നല്ലത്. ആ ബ്രദർ എന്നോട് പറഞ്ഞു, അദ്ദേഹം ഒരു ബിസിനസ് മാനാണ്. അദ്ദേഹം ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഫിനാൻഷ്യലി വളരെ ടൈറ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ പോലും അദ്ദേഹം ദൈവിക കാര്യങ്ങൾക്ക് വളരെ ചുമൽ കൊടുത്ത് നിൽക്കുന്ന ഒരു സഹോദരനും, വർഷങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് എത്ര നഷ്ടമാണെങ്കിലും അതിനകത്ത് വരുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം ദശാംശമായി പോലും മാറ്റിവെക്കുകയും അത് കൃത്യമായി ദൈവദാസന്മാരുടെ കരങ്ങളിലേക്ക് എത്തിക്കുകയും കഴിയുന്നിടത്തോളം ദൈവിക കാര്യങ്ങൾക്ക് ചുമൽ കൊടുക്കുകയും ബിസിനസ് കൂടാതെ അദ്ദേഹത്തിൻ്റെ സഭാ പാസ്റ്ററുടെ കൂടെ പല ഭവനങ്ങളിൽ ശുശ്രൂഷിക്കാനൊക്കെ പോകുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ലൈഫിൽ ബിസിനസ് പച്ച പിടിക്കുന്നില്ല, ലൈഫ് എങ്ങും എത്തുന്നില്ല, പ്രാർത്ഥനകൾക്ക് ഒരു കുറവുമില്ല, ഫാസ്റ്റിങ്ങിന് കുറവില്ല, വിശ്വാസത്തിന് കുറവില്ല. എന്നാൽ പ്രയറിന് മറുപടി എന്തുകൊണ്ട് വരുന്നില്ല എന്ന ഒരു ചോദ്യം അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ട്.
ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിരാശ കടന്നു കയറുന്നുണ്ട്. അവസാനം എന്നോട് പറഞ്ഞൊരു വാക്ക്, ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ, അല്ലെങ്കിൽ എന്നെ ഞാൻ തന്നെ മാറ്റിക്കളഞ്ഞാൽ എന്താ എന്ന് ഞാൻ ചിന്തിച്ച സന്ദർഭങ്ങളുണ്ട് ബ്രദറെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പോലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ഒരു തിന്മയുടെ ചിന്ത, അദ്ദേഹത്തിൻ്റെ ഒരു നിരാശയുടെ വക്കിൽ സാത്താൻ കുത്തിത്തിരികി എന്നുള്ളതും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം എന്നോട് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പാസ്റ്റർ. അദ്ദേഹം കേരളത്തിൽ വളരെ 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 ഫേമസ് ആയ ചില പാസ്റ്റേഴ്സിനെ പോലും ആ കർണാടകയിൽ കൊണ്ടുചെന്ന് അവിടെ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചൊരു മനുഷ്യനും കൂടെയാണ്. അപ്പം നിങ്ങൾ ഊഹിക്കാം, ആ മനുഷ്യൻ എങ്ങനെയെങ്കിലും ഒരു മറുപടി കിട്ടണമെന്ന് ദൈവത്തോട് ചോദിക്കുന്ന ഒരു മനുഷ്യനല്ല. എങ്ങനെയെങ്കിലും ആരെങ്കിലും കൊണ്ടൊക്കെ ഒന്ന് പ്രാർത്ഥിപ്പിച്ചൊരു മറുപടി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനല്ല. ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ, ഞാൻ കേട്ടെടുത്തോളം, ഒരു മാക്സിമം ലെവലിൽ, അദ്ദേഹത്തെ കൊണ്ട് പറ്റുന്ന മാക്സിമം ലെവലിൽ അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുകയും പരമാവധി ആ മനുഷ്യ ജീവിതത്തിൽ ഒരു വിശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനുമാണെന്നും കൂടെ എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഇനി ഏറ്റുപറയാത്ത പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ കിടക്കുന്നത് കൊണ്ടാണോ ബ്രദറെ അങ്ങനെയെന്ന് പോലും എനിക്കറിയത്തില്ല. അങ്ങനെയെങ്കിൽ അതെങ്കിലും എനിക്ക് എൻ്റെ ദൈവം എൻ്റെ സ്വപ്നത്തിൽ വെളിപ്പെടുത്തി തരട്ടെ, അതും ഞാൻ ഏറ്റുപറഞ്ഞ് തിരുത്തപ്പെടാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടതൊരു ദീപു കൃഷ്ണയാണ്. കാരണം എൻ്റെ ലൈഫിൽ ഇതുപോലൊരു ടൈം ഉണ്ടായിരുന്നു. ദൈവം എനിക്ക് എൻ്റെ കുറവുകൾ വെളിപ്പെടുത്തി തരണം. ഞാൻ വെളിപ്പെടുത്താത്തതുകൊണ്ടാണോ കർത്താവ് എന്നെ ഞാനത് ഏറ്റുപറയാത്തതുകൊണ്ടാണോ കർത്താവ് എന്നെ ഉപയോഗിക്കാത്തത്? ഞാൻ ഏറ്റുപറയാത്തത് കൊണ്ടാണോ ദൈവം എൻ്റെ മേൽ അഭിഷേകം പകരാത്തത്? ദൈവത്തിന് എന്നെ ഇഷ്ടമില്ലാഞ്ഞോണ്ടാണോ എന്നെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത്, എന്നെ നിരാശപ്പെടുത്തുന്നത് എന്നൊക്കെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ, അതെനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് അത് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്കത് സ്ട്രൈക്ക് ചെയ്തു. ഒരു കാലം എനിക്കിങ്ങനത്തെ ഒരു ഭാഷയുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുറവുകളാണതിൻ്റെ കാരണമെങ്കിൽ എനിക്കത് വെളിപ്പെടുത്തി തരണമേ. എനിക്ക് തിരുത്തപ്പെടാൻ മനസ്സുണ്ട്, എനിക്ക് അങ്ങയാൽ ഉപയോഗിക്കപ്പെടാൻ മനസ്സുണ്ട്. ഞാൻ ദൈവത്തോട് പറഞ്ഞൊരു സന്ദർഭമുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഗൗരവത്തോടെ ഞാൻ അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടു. നോക്കൂ, ഇത് അവിടുത്തെ ഒരു ചോദ്യമാണ്. കാരണം എൻ്റെ ഭാഗത്ത് എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെയെല്ലാം ഞാൻ ചെയ്തിട്ടും എൻ്റെ ലൈഫിലെ ഈ സ്ട്രഗിൾസിൻ്റെ, ഈ ഒരു ബ്ലോക്കിൻ്റെ, ഈ ഒരു കേഴ്സിൻ്റെ ഒരു അനുഭവം. അപ്പം എന്നോട് പറഞ്ഞൊരു കാര്യം ഇത്, നീ എന്തെങ്കിലും ശാപമാണോ എന്ന് എനിക്ക് അറിയത്തില്ല ബ്രദറെ. കാരണം ഞങ്ങൾ ഈ വിശ്വാസത്തിൽ ഇറങ്ങിയപ്പോൾ പലരും ഞങ്ങളെ ശപിച്ചു. അപ്പോൾ ഇനി എന്തെങ്കിലും ശാപമാണോ എന്നറിയാം. അപ്പോൾ ഇതൊക്കെ ആണോ? ഈ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ട്, ഇല്ലേ? ഇതാണോ, അല്ല അതാണോ, മറ്റേ കാര്യമായിരിക്കും. ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം ഇത് ഓപ്പൺ ചെയ്യാൻ തയ്യാറാണ്. ഇനി നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ദൈവം ഈ കാര്യങ്ങൾ ഏതൊരു മനുഷ്യൻ്റെ മുമ്പിലും ഓപ്പൺ ചെയ്യാൻ തയ്യാറാണ്. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന ഒന്ന് നമ്മുടെ ലൈഫിലുണ്ട്. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നത് എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിലുണ്ട് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ആ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കകത്ത് എൻ്റെ പ്രാർത്ഥനയുടെ മറുപടികളുണ്ട്, എൻ്റെ അടുത്തേക്ക് വരാനുള്ള നന്മകളുണ്ട്, ഞാൻ ചെയ്യേണ്ട ശുശ്രൂഷകളുണ്ട്, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ഇനിയും എന്നിലൂടെ ദൈവത്തിന് ചെയ്തെടുക്കേണ്ട ദൈവിക പ്ലാനിങ് ഉണ്ട്. ഇതൊക്കെ മറഞ്ഞിരിക്കുന്നു. എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇപ്പം എൻ്റെ ഫോണിൽ നിന്ന് ഒരു കാര്യം ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, ശരിയല്ലേ? എൻ്റെ ഫോണിൽ നിന്ന് ഞാനൊരു ഫയൽ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, എന്നേക്കുമായി പെർമനൻ്റായിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നും പറഞ്ഞ് ഈ ഫോണിൽ നിന്ന് ആ സാധനം പൂർണ്ണമായി ഡിലീറ്റായി എന്ന് വേണമെങ്കിൽ എനിക്കങ്ങ് ധരിക്കാം. എന്നാൽ ഒരത്യാവശ്യത്തിന് ലീഗലി ആ ഡിലീറ്റ് ചെയ്ത ഫയൽ വേണമെങ്കിൽ ഇതിനകത്തു നിന്ന് വീണ്ടും ടെക്നിക്കൽ ടീമിന് നിയമം അനുശാസിക്കുന്ന നിലയിൽ ആ ഡിലീറ്റ് ചെയ്തു, പെർമനൻ്റായി ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്ന ഫയലിനെ അവർക്ക് ചില മണിക്കൂറുകൾക്കുള്ളിൽ റിട്രീവ് ചെയ്തെടുക്കാനും പറ്റും. നമ്മൾ പല ന്യൂസിലും കേട്ടിട്ടില്ലേ, തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ഫോണിൽ നിന്ന് ആ ഫയൽ ഡിലീറ്റ് ചെയ്തു, ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു, ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തു, പക്ഷേ
പോലീസിൻ്റെ വിദഗ്ധ സംഘടന, അല്ലെങ്കിൽ IT ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ സൈബർ സെല്ല് അതിനകത്ത് നിന്ന് നഷ്ടപ്പെടുത്തിയ ഫയലിനെ വീണ്ടും അവർ റിട്രീവ് ചെയ്തെടുത്തു. നമ്മൾ ഒരിക്കൽ നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞത്, നമ്മൾ ഒരിക്കൽ കളഞ്ഞു എന്ന് പറഞ്ഞത്, നമ്മൾ ഒരിക്കൽ ഇനി ആരും കാണുകയില്ല എന്ന് പറഞ്ഞ് നശിപ്പിച്ച സാധനങ്ങൾ പോലും റെക്കോർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മുടെ ഈ വേൾഡിൽ ഉണ്ട് എന്ന് നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാക്കുമ്പോൾ, ഈ ഫോണിൽ നിന്ന് തന്നെ നമുക്ക് നഷ്ടപ്പെടുത്തിയ ഒന്നിനെ തിരിച്ചെടുക്കാനുള്ള ഒരു സിസ്റ്റം നമ്മുടെ ടെക്നോളജിയിലുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതൊരു ആത്മീയനാണെങ്കിൽ പോലും അവന് മറഞ്ഞിരിക്കുന്നു എങ്കിലും അവന് വെളിപ്പെടാനുള്ള സകല കാര്യങ്ങളും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ മറഞ്ഞിരിക്കുന്നതേ ഇല്ല. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ മറഞ്ഞിരിക്കുന്നതേ ഇല്ല. ഞാൻ പറയുന്ന കാര്യം അതിൻ്റെ ഗൗരവത്തോടെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? പല കാര്യങ്ങളും മറഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടികൾ മറഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ള പല കാര്യങ്ങളും റിസൾട്ട് കാണാതെ മറഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങളുടെ പല ചോദ്യങ്ങളുടെ മറുപടികൾ മറഞ്ഞിരിക്കുന്നുണ്ട്. പല വാഗ്ദത്തങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ട്. പല ആത്മീയ കാഴ്ചപ്പാടുകൾ, ദർശനങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളതത്രേ. ദൈവത്തിൻ്റെ ദൃഷ്ടിക്ക് മറയ്ക്കാൻ കഴിയാത്തടത്തോളം കാലം ദൈവം എന്നെ കൊണ്ട് ചെയ്യിക്കാൻ, നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ, നമ്മെ കൊണ്ട് ചെയ്യിക്കാൻ, നമ്മളിലൂടെ ചെയ്തു കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ ലോകത്തിൻ്റെ ഏതൊരു ശക്തിയെങ്കിലും മറച്ചു വയ്ക്കുന്ന പക്ഷം അത് ദൈവത്തിൻ്റെ ദൃഷ്ടിക്ക് മറവല്ല എന്ന് ഈ തിരുവെഴുത്ത് വിളിച്ചു പറയുമ്പോൾ, അത് ദൈവം മുമ്പിൽ മുഴങ്കാൽ മടക്കുന്ന, ദൈവ സന്നിധിയിൽ വിശ്വാസത്തോടെ ജീവിക്കുന്ന, വിശ്വസ്തയോടെ നിൽക്കുന്ന, ദൈവ തിരുമുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്ന, ആ സന്നിധിയിൽ നിന്ന് ഈ വെളിപ്പാട് പിടിക്കുന്ന ഏതൊരു മനുഷ്യനെങ്കിലും അത് പ്രായഭേദമന്യേ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യഹോവയ്ക്കുള്ളതത്രേ എന്ന് പറയുന്നവന്റെ നാമശക്തിയാൽ അത് വെളിപ്പെട്ടു വന്നിരിക്കും. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഞാനത് ഡിക്ലെയർ ചെയ്യുകയാണ്. ആ മറഞ്ഞിരിക്കുന്നത് എന്ത് കാര്യമോ, അത് നിങ്ങളുടെ മിനിസ്ട്രിയെ കുറിച്ചുള്ളതാകാം, നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ളതാകാം, നിങ്ങളുടെ വിവാഹത്തെ കുറിച്ചുള്ളതാകാം, നിങ്ങളുടെ തലമുറകളെ കുറിച്ചുള്ളതാകാം, നിങ്ങളെ കുറിച്ചുള്ളതാകാം, നിങ്ങളുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കാം, നിങ്ങളുടെ ഒഫീഷ്യൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കാം, മറ്റെന്ത് കാര്യവുമാകട്ടെ, ഭൗതിക കാര്യം, ആത്മീയ കാര്യം, എന്ത് കാര്യമോ, അത് നിയമപരമായ കാര്യങ്ങളാകട്ടെ, നീതി സംബന്ധമായ കാര്യങ്ങളാകട്ടെ, അത് വെളിപ്പെടുന്ന ഒരു തലം ഉണ്ട്. ഞാൻ ഒരു വെളിപ്പാടും കൂടെ പറയട്ടെ. മറഞ്ഞിരിക്കാൻ ഒരു സ്ഥലമുണ്ടെങ്കിൽ, മറച്ചു വെക്കാൻ ഒരു തലമുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന ഒരു ദൈവിക തലത്തെ കുറിച്ചും കൂടെ ഞാൻ തിരുവെഴുത്തിനകത്ത് പഠിച്ചിരിക്കുന്നു. ആമേൻ. മറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ, മറച്ചു വെച്ചിരിക്കുന്ന ഒരു തലമുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ അത് വെളിപ്പെട്ട് കിട്ടുന്ന ഒരു തലത്തെ കുറിച്ചും കൂടെ ഞാൻ തിരുവെഴുത്തിൽ വായിച്ചിരിക്കുന്നു. മറച്ചു പിടിച്ചിരിക്കുന്ന ഒരു സമയമുണ്ടെങ്കിൽ, മറഞ്ഞിരിക്കാൻ ഒരു സമയമുണ്ടെങ്കിൽ, അത് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ മുഴങ്കാൽ മടക്കുന്ന, ആ ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന, അവിടുത്തെ വാക്കിലും വാഗ്ദത്തങ്ങളിലും വിശ്വസിക്കുന്ന ഒരു ദൈവഭക്തന്റെ മുമ്പിൽ ആ തടസ്സങ്ങളുടെ സമയത്തെ ഓവർകം ചെയ്ത് മറുപടി കൊണ്ടെത്തിച്ച സമയത്തെ കുറിച്ചും ഞാൻ തിരുവെഴുത്തിൽ വായിച്ചിരിക്കുന്നു. എന്നെ ഈ സന്ദേശം പ്രിയപ്പെട്ട കുടുംബം, സുഹൃത്ത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പലതും ഇതുപോലെ മറഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട്, മറച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെ ആയിട്ടുണ്ടാകും. പക്ഷേ ഞാൻ പറഞ്ഞ രണ്ട് വാക്കും കൂടെ നിങ്ങൾ വിശ്വസിക്കൂ. അത് മറഞ്ഞിരിക്കാൻ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ, അതിനെ മറച്ചു പിടിക്കാൻ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ, അത് മറച്ചു പിടിക്കാൻ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ, അത് വെളിപ്പെടുത്താനും ദൈവത്തിനൊരു സ്ഥലമുണ്ട്. അത് മറഞ്ഞിരിക്കുന്ന ഒരു കാലമുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി വെളിപ്പെടാനും ഒരു കാലമുണ്ട്. അതധികം സമയമില്ല കേട്ടോ, അത് വെളിപ്പെടും. മറുപടി വെളിപ്പെടും, മറുപടി വെളിപ്പെടും. മറച്ചു വെക്കാൻ ഒരുത്തനുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്താൻ ഇവിടെ യഹോവയുണ്ട് എന്ന് വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഈ ദിവസങ്ങളിൽ ഫാസ്റ്റിങ്ങോടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ വിഷയങ്ങൾക്ക്, ഈ ദിവസങ്ങളിൽ
ദൈവവചനത്തിൻ്റെ അകമ്പടിയോടെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ വിഷയങ്ങൾക്ക്, ഈ ദിവസങ്ങളിൽ കേട്ട ദൈവശബ്ദങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ വിഷയങ്ങൾക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ആ മറുപടി മറച്ചു വെച്ചല്ല, മറുപടി പരസ്യമായി നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുമെന്ന് ഇത് നിങ്ങൾ വിശ്വസിക്കുന്നു എന്നുണ്ടെങ്കിൽ എത്ര ദൈവമക്കൾക്ക് ഈ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും, എൻ്റെ മറുപടി വെളിപ്പെടുന്ന മാസമാണിത്, എൻ്റെ മറുപടി വെളിപ്പെടുന്ന മാസമാണിത് എന്ന് എത്ര ദൈവമക്കൾക്ക് എഴുതാൻ പറ്റും, ടൈപ്പ് ചെയ്യാൻ പറ്റും. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളതത്രേ. അപ്പൊ ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നതിന് പരിമിതികളില്ല. ദൈവത്തിന് ഇടപെടാൻ കഴിയുന്ന വിഷയങ്ങൾക്ക് പരിമിതിയില്ല. പക്ഷേ വാസ്തവമായും ദൈവം എല്ലാ വിഷയങ്ങൾക്കകത്തും കയറി ഇടപെടുന്നില്ല. അത് സത്യമാണ്. നിങ്ങൾ പിണങ്ങിപ്പോവല്ല. നമുക്ക് ഒരു മുഖ്യമന്ത്രിയുണ്ട്, നമുക്കൊരു പ്രധാനമന്ത്രിയുണ്ട്, നമുക്കൊരു ഗവർണറുണ്ട്. ഈ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും മുഖ്യമന്ത്രി ഇടപെടാറുണ്ടോ? മുഖ്യമന്ത്രി ഇടപെടുന്ന എല്ലാ വിഷയങ്ങൾക്കും പ്രധാനമന്ത്രി ഇടപെടാറുണ്ടോ? ഇവർ രണ്ടുപേരും ഇടപെടുന്ന വിഷയങ്ങൾക്ക് ഗവർണർ എപ്പോഴും ഇടപെടാറുണ്ടോ? അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം ഇടപെടണം എന്ന് ഒരു ഘട്ടം വരുമ്പോൾ അല്ലാതെ അവരുടെ പദവിയെ അവർ ഉപയോഗിക്കുന്നില്ല. ഇടപെടുമ്പോൾ മീൻസ് അവർ ഇടപെടേണ്ട ഒരു സമയമല്ലാത്ത സമയങ്ങളിൽ അവരവരുടെ പദവിയോ അധികാരമോ അവർ ഉപയോഗിക്കുന്നില്ല. പകരം അതിൻ്റെ വകുപ്പുകൾ ആ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യും. ഞാനും നിങ്ങളുമാകുന്ന ഈ ഒരു ദൈവിക ഗവൺമെന്റിന്റെ കീഴിൽ പല വകുപ്പുകൾ ഹാൻഡിൽ ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളും. ദൂതന്മാർ അവരുടെ പല വകുപ്പുകൾ ഹാൻഡിൽ ചെയ്യുന്നു. ദൈവത്തിൻ്റെ മനുഷ്യരാകുന്ന നാം ദൈവത്തിൻ്റെതാകുന്ന സിസ്റ്റത്തിലൂടെ പല വകുപ്പുകൾ ഹാൻഡിൽ ചെയ്യുന്നു. അപ്പോൾ നാം ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്കും കൂടെ ദൈവത്തെ പിടിക്കുകയാണ്. വാ 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 നമ്മൾ അത് ശരിക്കും ഒരു മാറി നിന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇവർ ഈ ഒരു ചെറിയ കാര്യത്തിന്, ഇപ്പം പഞ്ചായത്ത് പൈപ്പിൽ വെള്ളം വരുന്നില്ല, മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടേ പറ്റൂ. ഞാൻ പറഞ്ഞതിനകത്ത് എന്തോ ഒരു വല്ലായ്മ തോന്നുന്നില്ലേ? പഞ്ചായത്ത് പൈപ്പിൽ വെള്ളം വരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ലഭിച്ച പഞ്ചായത്ത് കണക്ക്, എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്ന ഒരു പഞ്ചായത്ത് കണക്ഷൻ പൈപ്പിൽ വെള്ളം വരുന്നില്ല. ഞാൻ പറയുകയാണ്, മുഖ്യമന്ത്രി ഡയറക്റ്റ് എൻ്റെ വീട് സന്ദർശിക്കണം, എൻ്റെ പഞ്ചായത്ത് പൈപ്പിൽ വെള്ളം വരാത്തതിന് മുഖ്യമന്ത്രി വെള്ളം വരുത്തി തരണം. ഞാൻ പറഞ്ഞതിനകത്ത് എന്തോ വലിയ പാകപ്പഴയും പരുവക്കേടും ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ? കാര്യം എന്താ? ആ ഒരു വിഷയത്തിന് മുഖ്യമന്ത്രി വരേണ്ട ആവശ്യമില്ല. അതിനിവിടെ പഞ്ചായത്തിനോട് നമുക്ക് പറയാം, ഇതൊന്നും വേണ്ട, നമുക്ക് നമ്മുടെ വാർഡ് മെമ്പറോട് പറഞ്ഞാൽ മതി. നമ്മുടെ വാർഡ് മെമ്പറോട് പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ അവിടെയും വലിയ താല്പര്യമില്ലെങ്കിൽ പഞ്ചായത്തിൽ പോയി പരാതിപ്പെടാം. ഇനിയിപ്പോൾ അവിടെയും നമുക്ക് താല്പര്യമില്ലെങ്കിൽ വാട്ടർ അതോറിറ്റി പോയി പറയാം. അവർക്ക് പരിഹരിക്കാവുന്ന വിഷയമല്ലേ ഉള്ളൂ. അവിടം വരെപ്പാം. അതിനപ്പുറം നേരെ വെച്ചുപിടിച്ച് സെക്രട്ടേറിയറ്റിൽ കയറി അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ പോകണമെന്ന് വാശി പിടിക്കുന്നത് അല്ലേ? അപ്പോൾ ദൈവം ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട് ഈ ഭൂമിയിൽ. നമ്മുടെ ഈ ഭൂമിയിൽ ദൈവത്തിനൊരു സിസ്റ്റം വെച്ചിട്ടുണ്ട്, ദൂതന്മാർക്കൊരു സിസ്റ്റം വെച്ചിട്ടുണ്ട്, നമുക്കൊരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ സിസ്റ്റം മനസ്സിലാക്കാതെയാണ് ഡയറക്റ്റ് തൊടുന്നതിന് പിടിക്കുന്നതിന് എല്ലാം ദൈവത്തെ കല്ലെറിയാൻ നിൽക്കുന്നത്. ഞാൻ എൻ്റെ വകുപ്പിനെ കുറിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ, ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ എന്ത് ശുശ്രൂഷ ചെയ്യണമെന്ന് ഞാൻ അറിയുന്നില്ലെങ്കിൽ, ഞാൻ എപ്പോഴും ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. കാര്യം എന്താ? ഞാൻ ഇതിനകത്ത് പ്രസംഗിക്കാനുള്ളൊരു വ്യക്തിയാണ്. ഞാൻ ജനത്തിന് മെസ്സേജാണ് ഈ വൈകുന്നേരം കൊടുക്കേണ്ടത്, പാട്ടുപാടി കൊടുക്കുകയല്ല വേണ്ടത്. ഞാൻ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ദൈവത്തോട് ചോദിച്ച് എടുത്ത് അവർക്ക് കൈമാറ്റം നടത്താനുള്ള ഒരു പദവിയിൽ ഇരുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നറിയാത്ത പക്ഷം
ഞാൻ ഒരു ദിവസം വന്ന് പാട്ട് പാടും, വേറൊരു ദിവസം വന്ന് സിനിമാ കഥ പറയും, അടുത്ത ദിവസം വന്ന് കടങ്കഥ പറഞ്ഞ് കളിക്കും. അങ്ങനെ പലതും അവിയൽ പരുവത്തി ഞാൻ ചെയ്യും. എന്നാൽ എൻ്റെ പൊസിഷൻ എന്തെന്ന് ഞാൻ മനസ്സിലാക്കിയാൽ, നിങ്ങൾ ഗൗരവത്തോടെ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ എന്താ പറയുന്നതെന്ന്. എൻ്റെ പൊസിഷൻ ഞാൻ മനസ്സിലാക്കിയാൽ, എൻ്റെ ജോബ് ഡ്യൂട്ടീസ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയാൽ, എൻ്റെ റോൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ, എൻ്റെ മേൽ അവിടുന്ന് എന്താ നിയോഗമാണ് പകർന്നതെന്ന് മനസ്സിലാക്കിയാൽ, എന്നെ എന്താണ് ഇന്ന് ഏൽപ്പിച്ചത് എന്ന് മനസ്സിലാക്കിയാൽ, ഞാനിവിടെ ഇരുന്ന് ദൈവത്തെ കല്ലെറിയത്തില്ല. ഞാനിവിടെ ഇരുന്ന് ദൈവത്തെ കല്ലെറിയത്തില്ല. ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങിയതാ, ദൈവം ദൂതൊന്നും തന്നില്ല, ദൈവം ഒന്നും എനിക്ക് പേപ്പർ എഴുതി കാണിച്ചു തന്നില്ല. മോനെ, മെസ്സേജ് ഇത് ആർക്കുള്ള ദൂതാണ്. ദൈവം പേപ്പർ എഴുതി കാണിച്ചു തന്നില്ല, ദൈവം സ്വപ്നത്തിൽ കാണിച്ചില്ല. ദൈവം സംസാരിക്കുന്നത് നമ്മുടെ സ്പിരിറ്റിലൂടെയാണ്. എപ്പോഴും നമ്മളെ സ്വപ്നത്തിലൂടെ അല്ല, എപ്പോഴും മറ്റൊരാളുടെ പ്രവചനങ്ങളിലൂടെ അല്ല, എപ്പോഴും മെസ്സേജുകളിലൂടെ അല്ല, എപ്പോഴും ദൈവവചനത്തിലൂടെ അല്ല. ദൈവം സംസാരിക്കുന്നത് നമ്മുടെ സ്പിരിറ്റിലൂടെയാണ്, ഉള്ളത്തിൽ സംസാരിക്കും. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളതത്രേ. അപ്പോൾ ഈ ഭൂമിയിൽ മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ദൈവം ഒരു അതോറിറ്റി തന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ആ മറ, എന്തുകൊണ്ട് ആ തടസ്സം, എന്തുകൊണ്ട് ഈ സ്ട്രഗിൾ, എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ചില അത്യാഹിത സംഭവങ്ങൾ എന്ന് മനസ്സിലാക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കൊരു അതോറിറ്റി, ഒരു വിസ്ഡം ദൈവം തന്നിട്ടുണ്ട്. അത് എന്നിൽ ഓപ്പൺ ആണോ എന്ന് ആദ്യം ഞാൻ പരിശോധിക്കണം. ഇനി നിങ്ങൾ കുറച്ചും കൂടെ ഗൗരവത്തോടെ മെസ്സേജ് കേൾക്കണം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില തടസ്സങ്ങൾ, അത് നമുക്ക് സ്പിരിച്വലി ഉള്ള ബ്ലോക്ക് ആയിരിക്കാം, നമുക്ക് ഫിസിക്കലി വരുന്ന ചില സ്ട്രഗിൾസ് ആയിരിക്കാം, ഫൈനാൻഷ്യലി വരുന്ന ചില സ്ട്രഗിൾസ് ആയിരിക്കാം, നമുക്ക് ഇൻറ്റേർണലി വരുന്ന ചില സ്ട്രഗിൾസ് ആയിരിക്കാം, നമുക്ക് മെൻ്റലി നമുക്ക് വല്ലാത്ത ഒരു ഡിപ്രഷൻ, വല്ലാത്തൊരു ആങ്സൈറ്റി, ഒരു തളർച്ച, ഒരു പരവേശം, വെപ്രാൾ, ശാരീരികമാകുന്ന ചില ക്ഷീണങ്ങൾ, രോഗങ്ങൾ, അപ്രതീക്ഷിതമാകുന്ന ചില കഷ്ടനഷ്ടങ്ങൾ, ഇങ്ങനെയൊക്കെ അടിക്കടി വരുമ്പോൾ ഒരാത്മീയൻ സഡൻലി ഉണർന്നിരിക്കും. ശരിയല്ലേ? അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് എന്തുകൊണ്ട്. നമ്മൾ അന്വേഷിക്കും എന്തുകൊണ്ട്. ഈ ചോദ്യം നമ്മുടെ അകത്ത് വരുന്നത് തന്നെ നമ്മളിപ്പോഴും, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, നമ്മൾ സ്പിരിച്വലി സസ്പെൻഡഡ് ആയിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. നമ്മൾ ആത്മീയമായി നമ്മൾ ജോലിയിൽ നിന്നും വിട്ടുപോയിട്ടില്ല, അല്ലെങ്കിൽ നമ്മളെ എടുത്ത് കളഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. എന്തുകൊണ്ട്? അപ്പോൾ ഈ വിഷയത്തിന് പ്രാർത്ഥിക്കണമല്ലോ. ഇതാണ് അകം നമുക്ക് തരുന്ന ഒരു സന്ദേശം. കാരണം മറഞ്ഞിരിക്കുന്ന ഒരു വേൾഡിൽ നിന്ന് മറച്ചു വെച്ച് എയ്ത ഒരു അസ്ത്രത്തിലൂടെയാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെയുള്ള ചില കാഷ്വാലിറ്റീസ് വന്നതെന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യം ഉള്ളത് കൊണ്ടും ഇത് സാധാരണ ഒരു കാര്യമല്ല, ഇതെന്തോ സംതിങ്, ഇതൊരു സ്പിരിച്വൽ വാർഫെയർ ആണ്, ഇതൊരു ഡിമോണിക് അറ്റാക്ക് ആണെന്നൊക്കെ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ ഇരുന്ന് പറയുന്ന ഒരു ശബ്ദമാണ് നമ്മെ ദൈവത്തോട് പ്രാർത്ഥിച്ചേ പറ്റൂ എന്ന ഒരു തീരുമാനത്തിലെത്തിച്ചത്. അത് ഒരാത്മീയൻ ആത്മാവിൽ വിവേചിക്കുന്ന ഒരു ഘട്ടമാണ് എന്ന് പറയാൻ കഴിയും. അല്ലെങ്കിൽ പിന്നെ എന്ത് വന്നാലും അതൊക്കെ എല്ലാവർക്കും ഉള്ളത്. അപ്പുറത്തെ രാജുവിൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു ഇങ്ങനത്തെ പ്രശ്നം. അവരത് പോയി പിന്നെ അവർ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലല്ലോ, അവരിപ്പോൾ ജീവിക്കുന്നില്ലയോ, എടുക്കുന്നില്ലയോ. രാജുവിൻ്റെ വീട് വേറെ, നമ്മുടെ വീട് വേറെ. ഇതിനെ ആത്മീയമായി വിവേചിച്ചു. കാരണം മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന ഒന്ന് അതൊരു യാഥാർത്ഥ്യമാണ്. സോ നമ്മളെ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ദൈവത്തോട് അടുക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മളെ ട്രെയിൻ ചെയ്യും. ആ കാര്യത്തിന് നമ്മൾ ദൈവിക സഹായം നമുക്ക് ചോദിക്കാം. എന്നാൽ ദൈവത്തെ തന്നെ പിടിച്ചു വലിച്ച് താഴെ ഇറക്കാനുള്ള ഒരു റൈറ്റ് നമുക്കില്ല. ഒരിക്കൽ പോലും ഏലിയാവ് എന്ന് പറയുന്ന അതിശക്തനായ പ്രവാചകൻ യഹോവയോട് ഡയറക്റ്റായിട്ട് ഇറങ്ങാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ദൈവത്തിൻ്റെ വെപ്പൺസ് ചോദിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ദൈവത്തിൻ്റെ
വെപ്പൺസ്, ദൈവത്തിൻ്റെ സഹായം ചോദിച്ചിട്ടുണ്ട്, ആയുധങ്ങൾ ചോദിച്ചിട്ടുണ്ട്, തീ ചോദിച്ചിട്ടുണ്ട്, മഴ ചോദിച്ചിട്ടുണ്ട്, മഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം തന്നെ ഇറങ്ങിയേ പറ്റത്തുള്ളൂ പറഞ്ഞില്ല. പക്ഷെ മോശയ്ക്ക് ഒരു കൊതിയുണ്ടായിരുന്നു. എന്താണെന്നറിയോ? എനിക്ക് ദൈവത്തെ തന്നെ കാണണം. കൊതിയാകാം, നമുക്ക് ദൈവത്തെ കാണണം. പക്ഷേ നമ്മുടെ കാര്യം ഏലിയാവ് എന്തുകൊണ്ടാണ് ദൈവമേ ഇങ്ങിറങ്ങി വാ, ഡയറക്റ്റായിട്ട് ഇവന് കാണിച്ചു കൊടു, എൻ്റെ ദൈവം എന്താ ഇതാണെന്ന് പറഞ്ഞ്. നമ്മളങ്ങനെ ദൈവത്തെ വിളിച്ചിറക്കുന്ന ആൾക്കാരാണ്, അല്ലാന്നൊന്നും പറയാനൊക്കില്ല. കാണിച്ചു കൊടു ഈ ബാലിൻ്റെ പ്രവാചകന്മാർക്ക്, ഇതാണ് എൻ്റെ ദൈവമെന്ന്, ദൈവവും ഞാനും ഭയങ്കര ദോസ്തുക്കളാണെന്ന് കാണിച്ചു കൊടു എന്നൊന്നും പറയില്ല. തീ ഇറക്കിയാൽ മതി കർത്താവേ. സഹോദരൻ ഒന്ന് ശ്രദ്ധിച്ചേ, ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഒരു ദൂതുവാഹിയെ അയക്കേണ്ട ഒരു കാര്യമേ കാണത്തുള്ളൂ, നിങ്ങളുടെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ. സാക്ഷാൽ ദൈവം ഒന്നും ഇറങ്ങി വരണ്ട. ദൈവം ഇറങ്ങേണ്ട കേസൊന്നും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇല്ല. ദൈവം തന്നെ വചനമയച്ചു എന്നാ പറയാം. ദൈവം തന്നെ വചനമയച്ച്. ഞാൻ ഇങ്ങനെ പറയും, വചനം തന്നെ ധാരാളമാണ്. ഞാൻ വെളിപ്പാടിലൂടെ സംസാരിക്കുന്നത് കേട്ടോ. വചനം തന്നെ ധാരാളമാണ്. തൻ്റെ ഹൃദയത്തിൽ ദൈവം ഇച്ഛിച്ചാൽ സൗഖ്യം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്പം കടന്ന വിശ്വാസമായിരിക്കാം, കുഴപ്പമില്ല. വിശ്വാസത്തോട് വീര്യം കൂട്ടണമെന്നാണല്ലോ ബൈബിൾ പറയുന്നത്. ദൈവം തൻ്റെ ഹൃദയത്തിൽ നനച്ചാൽ മതി, അവിടെ സൗഖ്യം നടക്കും. ദൈവം തൻ്റെ ഹൃദയത്തിൽ ഇച്ഛിച്ചാൽ മതി, അവിടെ വിടുതൽ നടക്കും. ആ സന്നിധിയിൽ നിന്നൊരു വചനം പുറപ്പെട്ടാൽ മതി, അവിടെ ഡെലിവറൻസ് നടക്കും. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, ഒന്നും പഠിച്ചിട്ടല്ല ഈ സംസാരിക്കുന്നത്. പക്ഷെ പ്രാർത്ഥനയുണ്ട് അതിൻ്റെ പിന്നിൽ, ഒരുക്കമുണ്ട്, ഡെഡിക്കേഷനുണ്ട്, വിശ്വസ്തതയുണ്ട്, സമർപ്പണമുണ്ട്, തികഞ്ഞ ഭയവുമുണ്ട്. ദൈവത്തോട് തികഞ്ഞ ഭയമുണ്ട്. അല്ലാതെ ഒന്നും ഇതിനകത്ത് വാത് പൊളിച്ച് സംസാരിക്കാൻ പറ്റൂല എന്ന് ഞാൻ പഠിച്ച് ചീട്ട് മേടിച്ചവനാണ്. എന്നാൽ ഒന്നും പക്ഷെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നില്ലേ? നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ലേ? ഇത് ദൈവം ഇറങ്ങി വന്നിട്ടാണോ? അല്ല. ശ്രദ്ധിക്കുക, ഞാൻ എൻ്റെ പൊസിഷനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായപ്പോൾ ദൈവം എന്നിലൂടെ ആവശ്യമുള്ളവരിലേക്ക് ഈ സന്ദേശം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെയാണ് നമ്മുടെ കാര്യങ്ങൾക്ക് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൽ ഞാൻ ദൈവം എന്നെ നിർത്തിയ പൊസിഷനിലേക്ക് വീണ്ടും കറക്റ്റായി നിൽക്കുമ്പോൾ, കോട്ടമൊക്കെ മാറ്റി അലൈൻ ചെയ്ത് കറക്റ്റായിട്ട് നിൽക്കുമ്പോൾ, എന്നിലൂടെ ദൈവം കാണിക്കേണ്ട, ചെയ്യേണ്ട, അറിയിക്കേണ്ട കാര്യങ്ങൾ സ്വർഗം അതിൻ്റെ വകുപ്പുകളിലൂടെ, വകുപ്പ് തലങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് റിവീൽ ചെയ്തു തരും. അത് ഞാൻ ഈ പറയുന്ന മുഴുവൻ സ്പിരിച്വലായ കാര്യങ്ങളാണ്. നമുക്ക് എവിടെയും പോയി കബഡി നിരത്തി നോക്കി കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമല്ല. ഞാൻ പറയുന്ന സ്പിരിച്വലായ കാര്യങ്ങളാണ്. കാരണം മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളത് അത്രേ എന്ന് പറയുമ്പോൾ, ഇത് ദൈവം തമ്പുരാൻ തുറന്ന് തന്നാലേ കാണാനും അറിയാനും പറ്റൂ. ആരെയും ചാക്കിട്ട് പിടിക്കാനും അറിയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ചില ആൾക്കാരൊക്കെ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്ന ചോദ്യമൊക്കെ കേൾക്കുമ്പോൾ കരയാൻ തോന്നാറുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, വളരെ പാസ്റ്ററെ എനിക്ക് കഴിഞ്ഞ 5 ദിവസമായിട്ട് പല്ലുവേദനയാണ്. ഞാൻ പോയി ഒരു ഡെന്റിസ്റ്റിനെ കണ്ടു, എനിക്കറിയാവുന്ന മെഡിസിൻസും കഴിച്ചു, എനിക്കിതുവരെ പല്ലുവേദന കുറവില്ല. പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയിട്ട് പറയുമോ എൻ്റെ പല്ലുവേദനയുടെ കാരണം എന്താണ്? എപ്പോൾ എനിക്ക് പല്ലുവേദന പോകും? പല്ലിൻ്റെ അകത്ത് പോടാണോ പുഴുവാണോ? ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് പറയാൻ ചോദിക്കുന്നവർ വരെ ഉണ്ട് എന്ന് ഞാൻ തുറന്നു പറയുകയാണ്. പാസ്റ്റർ ആരാണ്? ദൈവം ആരാണ്? നമ്മുടെ പല്ലിന് പോടാണോ പുഴുവാണോ എന്ന് പറയാനിരിക്കുന്നവനാണോ ദൈവം? നമ്മുടെ ഒരു ക്രിസ്ത്യാനിറ്റി പോയ ഒരു പോക്കേ. ഹല്ലേലൂയ. ദൈവത്തെ അറിയാത്തവരൊന്നുമല്ല, ദൈവത്തെ അറിയുന്നവർ തന്നെയാണ്, യേശുവേ എന്ന് വിളിക്കുന്നവർ തന്നെയാണ് ഈ ചോദ്യവും ചോദിക്കുന്നത്. നമ്മൾ അതിനും സാക്ഷാൽ ദൈവത്തെ പിടിക്കുക. ഇറങ്ങി വാ, പല്ലൊന്ന് പരിശോധിക്കണം. ഇവിടെ ഡെന്റിസ്റ്റ് പോരാ, ദന്തൽ ഡോക്ടർ പോരാ, ദന്തൽ ഡിപ്പാർട്ട്മെന്റ് പോരാ, ദന്തൽ കോളേജും പോരാ.
സാക്ഷാൽ സ്വർഗം തന്നെ ഇറങ്ങി വന്ന് പല്ലിൻ്റെ പോടാണോ പുഴുവാണോ ഇനി എടുത്തു കളയണോ അതോ അതിനകത്തിന് പോട് അടച്ചാൽ മതിയോ എന്ന് പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. അത്ര സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ പോലും പ്രവാചകനോട് ചോദിച്ച് അതിൻ്റെ കാര്യകാരണങ്ങൾ തിരഞ്ഞു പിടിക്കാൻ നമ്മൾ പോകുന്നു എന്നുണ്ടെങ്കിൽ തുറന്ന് ഞാൻ പറയാം, നമ്മൾ മഹാ ആത്മീയമായി അധപ്പതിച്ചവരാണ്. നമ്മുടെ ആത്മീയ ജീവിതം കൂപ്പുകുത്തി കഴിഞ്ഞു എന്ന് ഞാൻ പറയാം. നമുക്കൊരു ഉയർച്ച ഉണ്ടാകത്തില്ല. നമ്മുടെ ദൈവത്തെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാതെ, നമ്മിലൂടെ മറ്റുള്ളവർ നമ്മുടെ ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ ദൈവത്തിന് വേണ്ടുന്ന ആരാധനയും മഹത്വവും സ്ഥാനവും കൊടുക്കാതെ എൻ്റെ വീട്ടിൽ രക്ഷിക്കപ്പെടാത്ത ഒരാൾ വന്ന് എൻ്റെ ദൈവത്തെ എന്നെ പോലെ ആരാധിക്കണമെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ദൈവത്തെ കാണുന്നത് പല്ലിൻ്റെ ബോർഡ് കാണാനാണ്. അപ്പോൾ എൻ്റെ വീട്ടിലുള്ളവനും കാണണമെങ്കിൽ പല്ലിൻ്റെ ബോർഡ് കാണാനാണ് ദൈവത്തെ അറിയേണ്ടത്. ഞാൻ പറയുന്നതിൻ്റെ ആ ഒരു ആഴം മനസ്സിലാവുന്നുണ്ടോ? സോ ഇതൊന്നും ആത്മീയമായ ഒരു വിവേചന കാര്യങ്ങളല്ല ഇതൊന്നും. പക്ഷേ ഇവിടെ പറയുന്നു മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളതത്രേ എന്ന് പറയുമ്പോൾ, നമ്മുടെ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിലുള്ളതും എന്നാൽ ഒരു ദൈവ പൈതലിൻ്റെ കണ്ണിനും അവൻ്റെ ബുദ്ധിക്കും മറഞ്ഞിരിക്കുന്നതും, എന്നാൽ അവൻ്റെ ആത്മാവ് തുറന്നു കഴിഞ്ഞാൽ ഈ പരിമിതികളെ തരണം ചെയ്യാൻ കഴിയുന്നതുമാകുന്ന ഒരു സ്വർഗതലങ്ങളെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതൊരു മനുഷ്യൻ്റെ സ്പിരിച്വൽ റാങ്കിങ്ങിനെയാണ് കാണിക്കുന്നത്, ആത്മീയമാകുന്ന ഒരു റാങ്കിങ്. ഇനി ഞാൻ നിങ്ങളുടെ ഉത്തരത്തിലേക്ക് വരികയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു തടസ്സങ്ങൾ അല്ലെങ്കിൽ മുന്നേറ്റമില്ലായ്മയുടെ കാരണം, എൻ്റെ ജീവിതത്തിനൊരു വിടുതലില്ലായ്മയുടെ കാരണം, എനിക്കൊരു ബിസിനസ് വരുന്നു, സഡൻലി അതങ്ങ് വേണ്ട പറഞ്ഞു പോകുന്നു. എനിക്കൊരു വിവാഹാലോചന വരുന്നു, സഡൻലി ഞങ്ങൾ പിന്നെ പറയാൻ പറഞ്ഞു പോകുന്നു, പിന്നെ അവർ വരുന്നില്ല. എനിക്കൊരു ഡ്യൂട്ടിയുടെ ഒരു അവസരം വരുന്നു, സഡൻലി ആ ഡ്യൂട്ടി ഇപ്പം കൊടുക്കുന്നില്ല കേട്ടോ, അത് വേറൊരാളില്ല, ഇപ്പം വേക്കൻസി ഇല്ല കേട്ടോ പറഞ്ഞ് അത് ഒഴിഞ്ഞു പോകുന്നു. എനിക്കൊരു അവസരം വരുന്നത് സഡൻലി ഇപ്പോൾ ടെമ്പററി ആയിട്ട് ആരെ എടുക്കുന്നില്ല കേട്ടോ പറഞ്ഞപ്പോൾ ഇങ്ങനെ അങ്ങ് ഒഴിഞ്ഞു മാറി ഒരു പ്രോഗ്രസ് ഇല്ല, ഒരു ഗ്രോത്ത് ഇല്ല, ഒരു വളർച്ചയില്ല, ഒരു വിടുതലില്ല. ഇനി ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാനൊട്ട് മനസ്സും ഇല്ലാത്ത അവസ്ഥയിൽ നമ്മളെ തളച്ചിടുന്ന ഒരു മേഖല, മറഞ്ഞിരിക്കുന്നൊരു മേഖലയാണ്. ആ മറഞ്ഞിരിക്കുന്ന മേഖലയെ ഒരു വ്യക്തിക്ക് ആക്സസ് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ, ശ്രദ്ധിക്കുക, ആക്സസ് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അവൻ്റെ സ്പിരിച്വൽ റാങ്കിങ് വർദ്ധിച്ചേ പറ്റത്തുള്ളൂ. അവൻ്റെ ആത്മീയമാകുന്ന പദവി ശേഷി, അവൻ്റെ ആത്മീയ ശേഷി വർദ്ധിച്ചേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഈ കാര്യങ്ങളെ എനിക്ക് അത്രയും സീരിയസ് ആയിട്ട് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നുള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു 10 വചനം എനിക്കിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എടുത്തു വെക്കാം, 10 വചനം പറന്നെടുക്കാം. ഇന്നത്തെ മീറ്റിങ്ങിന് എനിക്ക് ആശീർവാദവും പറയാം. ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞു, ആശീർവാദവും പറയാം. പക്ഷേ എനിക്ക് ഈ ഒരു വേർഡ് മതി. കാരണം ഇതിനകത്ത് തീ കിടക്കുന്നത് എനിക്കറിയാൻ പറ്റുന്നുണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീ കിടക്കുന്നത് എനിക്കറിയാൻ പറ്റുന്നുണ്ട്. ഹല്ലേലൂയ. എനിക്ക് പേരിനൊരു മീറ്റിംഗ് നടത്തണ്ട, എനിക്ക് പേരിനൊരു ശുശ്രൂഷ ചെയ്യണ്ട. ഇന്ന് ഈ മീറ്റിങ്ങിന് ആർക്കൊക്കെയോ വേണം, ഇന്ന് ഈ ശുശ്രൂഷ ഇതിനകത്ത് ആർക്കോ വേണം. അതുകൊണ്ട് എനിക്ക് ഈ ഒരു വേർഡ് പറഞ്ഞ ആശീർവാദം പറഞ്ഞാലും എൻ്റെ ദൈവം പ്രസാദിക്കുമെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. ഹല്ലേലൂയ. സോ എന്താണ് വേണ്ടത്? നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചില മേഖലകളിലേക്ക് കടന്ന് കയറണമെന്നുണ്ടെങ്കിൽ, അതാ ഞാൻ പറഞ്ഞ ഒരു സ്പിരിച്വൽ ആക്സസ് കിട്ടണം. എനിക്ക് നിങ്ങൾക്കും ഒരു സ്പിരിച്വൽ ആക്സസ് കിട്ടണം. നമ്മളിപ്പോൾ ഒരു ഓർഡിനറി ലെവലിലാണ് നിൽക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം വരും, പ്രാർത്ഥിക്കും ഒക്കെ, നമ്മൾ അങ്ങനെ ഒരു ഓർഡിനറി ലെവലിലാണ് നിൽക്കുന്നത്. പക്ഷേ നമ്മൾ ആ ഓർഡിനറി ലെവലിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇപ്പോൾ 10 വർഷമായി, 15 വർഷമായി, 20 വർഷമായി, 35 വർഷമായി, 40 വർഷമായവർ വരെ ഉണ്ടാവും. അത് 5 വർഷമായി, 10 വർഷമായി, ഇല്ലേ? ഇതൊരു 1, 2, 3 വർഷമാണെങ്കിൽ പോട്ടെ, ഒരു 5 വർഷമാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയാം. 5 വർഷമാണെങ്കിൽ കുഴപ്പമില്ലെന്ന് പറയാം. പക്ഷേ 6 വയസ്സെത്തുമ്പോൾ അറ്റ്ലീസ്റ്റ് 1-ാം ക്ലാസ്സിലെങ്കിലും ചേരണ്ടേ? 5 വർഷം വരെ വീട്ടിൽ ഇരുന്നെന്ന് പറയാം. 5 വർഷം വരെ അപ്പനെയും അമ്മയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് കളിച്ച് നടന്നു പറയാം. 5 വർഷം വരെ പ്ലേ സ്കൂളിൽ കളിച്ചെന്നൊക്കെ പറയും, വേണേ പറയാം, കുഴപ്പമില്ല. പക്ഷെ 6-ാമത്തെ വയസ്സിലെങ്കിൽ നീ 1-ാം ക്ലാസ്സിൽ കയറണ്ടേ മോളെ. 7-ാമത്തെ വയസ്സിൽ നീ സെക്കൻഡിലെത്തണ്ടേ. 13, 14, 15 വയസ്സാകുമ്പോൾ നമുക്ക് 10th കടക്കണ്ടേ.
പിന്നെ ഗ്രാജുവേഷൻ ലെവലിലേക്ക് കയറേണ്ടത്. അപ്പോൾ ഒരു പരിധിക്കപ്പുറം നമ്മളൊരു ആത്മീയ ശൈശവാവസ്ഥയിൽ നിന്നിട്ടും എനിക്കൊന്നും കാണാൻ മേല, എനിക്കൊന്നും എടുക്കാൻ മേല, എനിക്കൊന്നും പിടിക്കാൻ മേല, എനിക്ക് മുന്നേറാൻ മേല എന്ന് പറഞ്ഞ് നമ്മൾ കണ്ണ് തിരുമുന്നതിനോട് കാര്യമുണ്ടോ? ദൈവവും വർഷമെണ്ണത്തില്ലേ? ദൈവവും ന്യായമായി പുസ്തകങ്ങൾ മറിച്ചു നോക്കത്തില്ലേ? ദൈവവും ന്യായമായി ഇവൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കത്തില്ലേ? ഹല്ലേലൂയ. അതാ ഇവിടെ പറയുന്നേ. എല്ലാം ചെകുത്താൻ്റെ തലയെ കൊണ്ടിടാതെ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക. ഉയരത്തിലുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുക. ദൈവത്തിനുമുണ്ട് പുസ്തകം. ദൈവവും റെക്കോർഡ് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ. ഞാൻ ചെയ്യുന്ന നന്മ, ഞാൻ ചെയ്യുന്ന തിന്മ, എൻ്റെ താല്പര്യം, എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, എൻ്റെ ആത്മീയ ശേഷി, ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന സമയം, ഞാൻ ഫോണിൻ്റെ കൂടെ ഇരുന്ന സമയം, ഞാൻ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന സമയം, ഞാൻ ആത്മീയ ഉദാസീനനായ സമയം, ഞാൻ ആത്മീയമായി കരുത്തനായ സമയം, യേശുവിൻ്റെ നാമത്തിൽ എല്ലാം എൻ്റെ ദൈവത്തിൻ്റെ പുസ്തകത്തിലുണ്ട് എന്ന് ഞാൻ തിരുവെഴുത്തിൽ വായിച്ചിട്ടുണ്ട്. സോ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തിക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ശൈശവാവസ്ഥ കടന്ന് പുറത്തു വരണം. സോ ഇന്ന് മനസ്സിലാക്കുക, ഇന്നൊരു ആത്മീയ ശേഷി എന്നിൽ വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞേ. ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ആത്മീയ ശേഷി വർദ്ധിപ്പിക്കണം കേട്ടോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ. അപ്പോൾ നാളൊരു സമയം ഈ സന്ദേശം ആരെങ്കിലും എടുത്ത് കേട്ട് വായിക്കുമ്പോൾ ഒരു ദൂത് നിങ്ങൾ അവരോട് പറഞ്ഞു കഴിഞ്ഞു. ആത്മീയ ശേഷി വർദ്ധിപ്പിക്കണം, സ്പിരിച്വൽ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം, ആത്മീയമാകുന്ന പദവി വർദ്ധിക്കണം, സ്പിരിച്വൽ റാങ്കിങ് വർദ്ധിക്കണം. അപ്പോൾ മറഞ്ഞിരിക്കുന്ന കാര്യം എന്നത് എൻ്റെ ബുദ്ധിക്കോ എൻ്റെ കണ്ണിനോ എൻ്റെ മനസ്സിനോ ഒന്നും ചെന്ന് തൊടാനോ പോയി എടുക്കാനോ നാലാളെ കൂട്ടിക്കൊണ്ടുപോയി പിടിച്ചെടുക്കാനോ സമരം ചെയ്തെടുക്കാനോ ഒന്നും പറ്റുന്ന കാര്യമല്ല. ആ മറഞ്ഞിരിക്കുന്ന കാര്യം എന്നത് മറച്ചു വെച്ചിരിക്കുന്ന ഇടം വരെ ചെന്നെടുക്കാൻ ഒരു ശേഷിയും കരുത്തും ധൈര്യവും ഉള്ളവനായിരിക്കണം. അതൊരു സ്പിരിച്വൽ റാങ്കിങ് ഉള്ളൊരു വ്യക്തിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. ഒരാത്മീയ പദവിയുള്ള ഒരു വ്യക്തിക്ക് മാത്രം. ഇതൊരു ആത്മീയ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം നിങ്ങളുടെ ലൈഫിൽ ബിസിനസ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട്, നിങ്ങളുടെ കരിയറിന് എഗെയിൻസ്റ്റ് ആയിട്ട്, നിങ്ങളുടെ ഗ്രോത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട്, നിങ്ങളുടെ മിനിസ്ട്രിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, നിങ്ങളുടെ ഗിഫ്റ്റുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ നിൽക്കുന്നതിനെ നിങ്ങൾക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നൊരു ആത്മീയ പദവി നിങ്ങൾ നേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് നമുക്ക് ഈ ഒരു ആക്സസ് കിട്ടി. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ അല്ലേ മറഞ്ഞിരിക്കുന്നൊരു മണ്ഡലമുണ്ടെന്ന് നമ്മൾ പറഞ്ഞത്. നമ്മൾ എവിടുന്നെങ്കിലും എടുത്തൊരു കാര്യമല്ലല്ലോ, ദൈവത്തിൻ്റെ വചനത്തിലൂടെ തന്നെ പറയുകയാണ് അത് യഹോവയ്ക്കുള്ളത്. യഹോവയ്ക്കുള്ള കാര്യങ്ങൾ യഹോവ ആർക്ക് കൊടുക്കും? നമ്മളിപ്പോൾ ആവർത്തന പുസ്തകം 29 വായിച്ചു. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യഹോവയ്ക്കുള്ള കാര്യം യഹോവയുടെ മുമ്പിൽ ഇരിക്കുന്ന കാര്യം യഹോവ ആർക്ക് കൊടുക്കും? ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന കാര്യം, എൻ്റെ ഈ ഫോണ് ഞാൻ ആർക്ക് കൊടുക്കും? ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. ഇത് തന്നെ യഹോവയുടെ മുമ്പിൽ തുറന്നിരിക്കുന്നതും മക്കളുടെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നതുമാകുന്ന കാര്യം യഹോവ ആർക്ക് കൊടുക്കും? യഹോവയോട് ചോദിക്കുന്ന മക്കൾക്ക് കൊടുക്കും. യേശുവിൻ നാമത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങൾ ഈ വെളിപ്പാട് മനസ്സിലാക്കി നിങ്ങൾ ചോദിച്ചാൽ ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങൾക്കിത് ഹാൻഡിൽ ചെയ്യാനുള്ള ബലം വേണോ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് തരും. ഇത് മനസ്സിലാക്കാനുള്ള വിവേകം വേണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തരും. ഇതിനെ ജയിപ്പാനുള്ളൊരു അഭിഷേകം വേണോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തരും. ചോദിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. അമർത്തിക്കുലുക്കി കവിയുന്ന കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. അമർത്തിക്കുലുക്കി കവിയുന്നൊരു നല്ലൊരളവ് മടിയിൽ തരാമെന്ന് പറഞ്ഞ അതേ വചനത്തെ ഞാൻ വീണ്ടും തിരിച്ചിങ്ങനെ പറയുകയാണ്, ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്കും ലഭിക്കും. ചോദിക്കാതെ തരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലില്ല. യേശു സുവിശേഷികൾ പറയുന്നു, നിങ്ങൾ ചോദിക്കുക, എൻ്റെ നാമത്തിൽ ചോദിക്കുക. എൻ്റെ നാമത്തിൽ ചോദിച്ചാൽ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത്, ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്കും ലഭിക്കും. അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ലൊരളവ് നിങ്ങളുടെ മടിയിൽ തന്നാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും സുഹൃത്തെ? എത്ര പേര് നിങ്ങളെ ബ്ലസ് ചെയ്യും? നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി അവർ അനുഭവിക്കുമ്പോൾ എത്ര പേർ നിങ്ങളെ ബ്ലസ് ചെയ്യും? ഐ ബ്ലസ് യു മൈ ബ്രദർ, ഐ ബ്ലസ് യു മൈ സിസ്റ്റർ എന്ന് പറഞ്ഞ് എത്ര പേര് നിങ്ങളെ ബ്ലസ് ചെയ്യും? യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ വായ്പ വാങ്ങുകയല്ല, കൊടുക്കുവാൻ തക്കവണ്ണമുള്ളൊരു നിറവ് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരട്ടെ. നിങ്ങൾക്ക് പ്രവചിക്കുവാനുള്ളൊരു നിറവ് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് തരട്ടെ. ആത്മാവിൽ ശുശ്രൂഷിക്കുവാനുള്ളൊരു നിറവ് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് തരട്ടെ.
ആമേൻ. യോഹന്നാന്റെ സുവിശേഷം കൂടെ വായിച്ചിട്ട് നമുക്ക് ആശീർവാദം പറയാം. യോഹന്നാന്റെ സുവിശേഷം 16:13 ഒന്ന് വന്നേ. യോഹന്നാന്റെ സുവിശേഷം 16:13. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. കണ്ടോ, ഇപ്പൊ നമ്മൾ ചോദിച്ച എന്താ, എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ? കാരണം നമുക്ക് അറിയത്തില്ല, വന്ന കാര്യവും അറിയത്തില്ല, വരാനുള്ള കാര്യവും അറിയത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ഒരു റെമഡി പറയുകയാണ്. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ, നമുക്ക് ആർക്കും പരിശുദ്ധാത്മാവ് ഇല്ലാഞ്ഞിട്ടും അഭിഷേകം ഇല്ലാഞ്ഞിട്ടും പ്രാർത്ഥിക്കാഞ്ഞിട്ടുമാണോ ഇപ്പോഴും പല കാര്യവും മറയത്തിരിക്കുന്നത്? അല്ല. അപ്പോൾ വന്നതിൽ ഉള്ള ജീവിതം ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ? ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ താഴെ ടൈപ്പ് ചെയ്യുന്നതിൽ എനിക്ക് പരാതിയൊന്നുമില്ല. പാസ്റ്റർ പറഞ്ഞത് തെറ്റുണ്ട്, ഇല്ല, തെറ്റില്ല. സത്യത്തിൻ്റെ ആത്മാവ് വന്നു, പരിശുദ്ധാത്മാവ് വന്നു, അഭിഷേകവും വന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രവചിക്കുന്നുമുണ്ട്. പക്ഷേ ഇപ്പോഴും ചില കാര്യങ്ങൾ മറയത്ത് മറുപടിയില്ലാതെ ആർക്കും പിടികിട്ടാത്ത രീതിയിൽ ഇരിക്കുമ്പോൾ എന്തോ എവിടെയോ ചില പിശകുണ്ട് എന്ന് മനസാക്ഷി സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെ അതിനെ വിവേചിക്കാൻ കഴിയും. സത്യത്തിൻ്റെ ആത്മാവ് വന്നിട്ടും സത്യത്തിൽ ജീവിക്കാത്തത് കൊണ്ടും സത്യത്തിൻ്റെ ആത്മാവിനനുസരിച്ച് ജീവിക്കാത്തത് കൊണ്ടും സത്യത്തിൻ്റെ ആത്മാവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടും പലപ്പോഴും സത്യത്തിൻ്റെ ആത്മാവിനെ വെച്ചിട്ട് എനിക്ക് ബോധിച്ച വഴിയെ പോണത് കൊണ്ടും ചിലത് തിരഞ്ഞെടുക്കുന്നത് കൊണ്ടും പിന്നെ ഇടയ്ക്ക് വന്ന് സത്യത്തിൻ്റെ ആത്മാവിനെ അനുസരിക്കുന്നത് കൊണ്ടും നമുക്ക് പല വഴികളും തെളിയിച്ചു തരാൻ സത്യത്തിൻ്റെ ആത്മാവിന് കഴിയുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പക്ഷെ എനിക്ക് ചില വഴികൾ എനിക്ക് ബോധിച്ച വഴിയെ നടക്കണമെന്ന് തോന്നിയാലോ, ചില ഇഷ്ടങ്ങൾ എൻ്റെ രീതിയിൽ തന്നെ നടക്കണമെന്ന് തോന്നിയാലോ, ചില പ്രാർത്ഥനയുടെ മറുപടികൾ എനിക്ക് ഞാൻ വരച്ച രീതിയിൽ വരണമെന്ന് പറഞ്ഞാലോ, ആ ചിലതിൻ്റെ മറുപടിയൊക്കെ മറ്റവൻ്റെ തല പൊട്ടിയിട്ട് വേണം എനിക്ക് കിട്ടാൻ എന്ന് നമ്മൾ പറഞ്ഞാലോ, അത് വല്ലാത്തൊരാഗ്രഹമായിപ്പോയി. നമുക്ക് മറുപടി കിട്ടിയാൽ പോരാ, അവൻ്റെ തല പൊട്ടണം. ഇതൊന്നും സത്യത്തിൻ്റെ ആത്മാവല്ല. ദൈവത്തിൻ്റെ ആത്മാവ് ആരുടെ തല പൊട്ടിത്തെറിപ്പിച്ചിട്ട് നമുക്ക് മറുപടി തരുന്ന ദൈവമൊന്നുമല്ല. ആ സൃഷ്ടിയും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അവൻ്റെ കുടുംബം തകർന്ന് എൻ്റെ കുടുംബം പണിയപ്പെടണം? നോ. ദൈവം കുടുംബം പൊളിക്കാൻ വന്നവനല്ല, ദൈവം കുടുംബം പണിയാൻ വന്നവനാണ്. അവൻ്റെ സഭ തകർന്നാൽ എൻ്റെ സഭ തഴച്ചു വളരണം? നോ. ദൈവം സഭ പൊളിക്കാൻ വന്നവനല്ല, സഭയെ പണിയാൻ വന്നവനാ. ഹല്ലേലൂയ. അവൻ്റെ അവസരം വെട്ടിയാണെങ്കിലും എൻ്റെ പേര് കയറണം? നോ. ദൈവം അവസരമില്ലാത്തവൻ അവസരം ഒരുക്കാൻ വന്നവനാ. നമുക്ക് അവസരമൊന്നുമില്ലായിരുന്നു സ്വർഗത്തിലേക്ക് പോകാൻ, ഒക്കെ നഷ്ടപ്പെട്ടതാ. പക്ഷെ വഴി ഒരുക്കാൻ യേശു വന്നേ. വീണ്ടും സ്വർഗത്തിലേക്ക് ഒരു വഴി. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ആ വഴിയെ കയറി അതിന് മാന്താൻ നിൽക്കല്ലേ, കേട്ടാ? ആ വഴിയെ കയറി നമ്മൾ സത്യത്തിൻ്റെയും ജീവൻ്റെയും ഒക്കെ വചനം അറിയിക്കുമ്പോൾ ആ വഴി കയറി അതിന് മാന്താൻ നിൽക്കല്ലേ. ഹല്ലേലൂയ. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഇന്ന് വിശ്വാസമുണ്ടോ? വഴി നടത്തും. അതെങ്ങനെയാ നോക്കിയേ? സത്യത്തിൻ്റെ ആത്മാവിലൂടെയുള്ള ഒരു സഞ്ചാരം. ആത്മാവിലെ സഞ്ചാരം എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം ആത്മാവാ നടത്തുന്നേ. കൈ കാണും, കാല് കാണും, തല കാണും, കണ്ണ് കാണും. പക്ഷേ ഉള്ളിൽ നിന്നായിരിക്കും വഴി തെളിയുന്നത്. ഇന്ന് ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, ഒരു കാര്യത്തിന് വഴി കാണാതെ തെളിയാതെ നിൽക്കുന്ന ചില വ്യക്തികൾക്ക് ഈ മീറ്റിങ്ങിന് ശേഷം ചില വഴികൾ ദൈവാത്മാവ് തുറന്നു തരും. കാരണം എൻ്റെ ദൈവം വഴി നടത്തുന്ന ദൈവമത്രേ. അവൻ സ്വയമായി സംസാരിക്കാതെ മീൻസ് അവൻ ഉള്ളിൽ നിന്ന് എടുത്തല്ല. ഒരു ആത്മാവുള്ള ഒരു മനുഷ്യൻ ഉള്ളിൽ നിന്നല്ല, അവൻ്റെ ബുദ്ധിയിൽ നിന്നല്ല അവൻ സംസാരിക്കുന്നത്. അവൻ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതിൽ നിന്ന് സംസാരിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് അവൻ്റെ സ്പിരിറ്റിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്നാണ് സംസാരിക്കുന്നത്. അവൻ്റെ സ്പിരിറ്റിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്നാണ് സംസാരിക്കുന്നത്. സ്പിരിറ്റിൽ സ്റ്റോർ ചെയ്ത് വെക്കുക, ആത്മാവിൽ സംഭരിക്കുക. ടൈപ്പ് ചെയ്തേ ദൈവമക്കൾ, ഒന്ന് ടൈപ്പ് ചെയ്താട്ടെ. ആത്മാവിൽ സംഭരിക്കുക.
ആത്മാവിൽ സംഭരിക്കുക. ഞാൻ എൻ്റെ ഈ മീറ്റിങ്ങിലെല്ലാം ഞാൻ എല്ലാവരെയും എൻകറേജ് ചെയ്യുന്നത് നിങ്ങൾ സ്പിരിറ്റ് ഫിൽഡ് ആയിരിക്കണം. നമുക്ക് സാമ്പത്തിക ആവശ്യമുണ്ട്, നമുക്ക് ഭൗതിക ആവശ്യങ്ങളുണ്ട്, നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, നമുക്ക് സഭയിലെ കാര്യങ്ങൾ നോക്കണം, നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കണം. പക്ഷേ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു, നിങ്ങൾ ആത്മാവിൽ സമ്പന്നരായിരിപ്പീൻ. നിങ്ങൾക്ക് ജോലി ചെയ്യാനും പറ്റും, നിങ്ങൾക്ക് മിനിസ്റ്റർ ചെയ്യാനും പറ്റും, നിങ്ങൾക്ക് വീട് നോക്കാനും പറ്റും, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറ്റും. നിങ്ങൾ ആത്മാവിൽ സമ്പന്നരായിരിപ്പിൻ. യേശു എവിടെയെങ്കിലും വന്നിട്ട് വേറെ വല്ല വഴിയും പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാവോ? ഇത് പറഞ്ഞിട്ട് യേശു പണിക്കും പോയി, ഇത് പഠിപ്പിച്ചിട്ട് യേശു പണിക്കും പോയി. അച്ഛൻ്റെ മകൻ. ഇത് പറഞ്ഞിട്ട് പൗലോസ് കൂടാരപ്പണിക്കും പോയി, ഇത് പഠിപ്പിച്ചിട്ട് പൗലോസ് ആ കൂടാരപ്പണിക്കും പോയി. ആത്മാവിൽ സമ്പന്നനായവന് ജോലി ചെയ്യാനും പറ്റും, ശുശ്രൂഷ ചെയ്യാനും പറ്റും, മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനും പറ്റും, സ്വന്തം കുടുംബത്തെ ശുശ്രൂഷിക്കാനും പറ്റും. അടുത്ത് മുറിവേറ്റി വരുന്നവനെ നല്ല ശമരിയാക്കാരനെ പോലെ എണ്ണ വെച്ച് കെട്ടി അവന് വേണ്ടി പ്രാർത്ഥിച്ച് അവന് വഴിച്ചെലവും കൊടുത്ത് അവനെ വീടെത്തിക്കാനും പറ്റും. അതാണ് ഒരു ആത്മാവിൻ്റെ ശുശ്രൂഷ. ആമേൻ. അങ്ങനെ ജീവിക്കുന്നവൻ്റെ മുമ്പിൽ ഭൂതങ്ങൾ മുട്ടുമടക്കിയിരിക്കും. അങ്ങനെ ജീവിക്കുന്നവൻ്റെ മുമ്പിൽ രോഗി വരുമ്പോൾ അത് സൗഖ്യമായിരിക്കും. അങ്ങനെ ജീവിക്കുന്നവൻ്റെ മുമ്പിൽ വീൽ ചെയറിൽ വരുമ്പോൾ അവൻ കുതിച്ച് ചാടി എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തിയിരിക്കും. അങ്ങനെ ജീവിക്കുന്ന ഒരുവൻ്റെ മുമ്പിൽ ഡെഡ് ബോഡി കൊണ്ടുവന്നാൽ എഴുന്നേറ്റിരുന്ന് 7 വട്ടം തുമ്മി ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞിരിക്കും. അങ്ങനെ ജീവിക്കുന്നവൻ്റെ മുമ്പിൽ പൂർണ്ണ ഭ്രാന്തനായിട്ട് വന്നാൽ തിരിച്ചു പോകുന്നത് പൂർണ്ണമായ ആത്മനിറവുള്ളവനായിട്ടായിരിക്കും. യേശുവിന്റെ നാമത്തിൽ ആ നിലവാരത്തിലുള്ള രാജകീയ അഭിഷേകം, ആ നിലവാരത്തിൽ യേശു ചെയ്തതുപോലെ ഒരു ശുശ്രൂഷയുടെ അഭിഷേകം ഈ സമയം സന്ദേശം കേൾക്കുന്നവരുടെ മേൽ, സമർപ്പണമുള്ളവരുടെ മേൽ, കൊതിക്കുന്നവരുടെ മേൽ സ്വർഗം കനിവോടെ പകരട്ടെ. ആത്മാവിൽ 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 കാര്യങ്ങളെ വിവേചിക്കുക. ആത്മാവിൽ കാര്യങ്ങളെ വിവേചിക്കുക. ആത്മാവിൽ കാര്യങ്ങളെ വിവേചിക്കുക. ഒരു പട്ടണത്തിലെ പ്രമാണി അദ്ദേഹത്തിൻ്റെ ബാല്യക്കാരിക്ക് ദീനം വന്നു കിടന്നു. ഇത് വൈദ്യനെ കൊണ്ട് മാറ്റാൻ പറ്റുന്നില്ല, ഇത് യേശുവിനെ കൊണ്ട് മാറ്റേണ്ട കേസാന്ന് സ്പിരിറ്റിൽ അറിഞ്ഞതുകൊണ്ടാണ് വന്ന് യേശുവിനെ വിളിച്ചുകൊണ്ട് പോയേ, അല്ലേ? ചന്ദ്രരോഗിയായ ഒരു മനുഷ്യനെ ഇത് വൈദ്യനെ കൊണ്ട് മാറ്റേണ്ട കേസല്ല, ഇത് യേശുവിനെ കൊണ്ട് മാറ്റേണ്ട കേസാന്ന് വെളിപ്പാടിൽ അല്ലെങ്കിൽ സ്പിരിറ്റിൽ അവരാ സത്യം ആരെങ്കിലും പറഞ്ഞിട്ടാട്ടെ, പക്ഷെ അവരുടെ ആത്മാവ് ആ സത്യത്തെ ഉൾക്കൊണ്ടത് കൊണ്ടാണ് അത് യേശുവിനെ കൊണ്ട് മാറ്റേണ്ടി വന്നത്, യേശുവിനെ കൊണ്ട് മാറ്റിച്ചത്. പക്ഷപാതം പിടിച്ചു കടന്നൊരു മനുഷ്യനെ ഓട് പൊളിച്ച് ഇറക്കി വെച്ച് കർത്താവിൻ്റെ ശുശ്രൂഷ തേടിയതിൻ്റെ പിന്നിലും ആത്മാവിൽ കാര്യങ്ങൾ വിവേചിച്ചത് കൊണ്ടാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ആത്മാവിൽ കാര്യങ്ങൾ വിവേചിക്കുക എന്ന് പറയുന്നത് ഒരു കീറാമുട്ടിയല്ല, അതിന് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് മതി, സ്വീകരിക്കാനുള്ളൊരു മനസ്സ് മതി. ഞാനെല്ലാം തികഞ്ഞവനാണ്, ഞാനൊരു വിജ്ഞാന കോശമാണ് എന്നുള്ള ഒരു 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 പ്രൈഡ് അങ്ങ് കളഞ്ഞാൽ, എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ളതും ഭയങ്കര സംഭവമായതും തോളത്ത് സ്റ്റാർ ഉള്ളതുമായ സംഭവം, ഞാനൊരു സ്റ്റാറാണ്, സ്റ്റാറിൻ്റെ സ്റ്റാറാണ് ഞാൻ എന്നുള്ള ഒരു ധാർഷ്ട്യമൊക്കെ കളഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തമ്പുരാന് പുതിയത് നിറയ്ക്കാനുണ്ടാവും. ഇന്നും ലോകം പലതും കണ്ടുപിടുത്തത്തിൻ്റെ പുറകെ നിൽക്കുന്നതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ, ഒന്നുമല്ല എന്നുള്ള തിരിച്ചറിവ്, അല്ലേ? അല്ലേ? ഇന്നും പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിലെ കാരണം ഒന്നേ ഉള്ളൂ, പഠിച്ചതൊന്നും പൂർണ്ണമല്ല എന്നുള്ളതിൻ്റെ തിരിച്ചറിവ്, അല്ലേ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സുഹൃത്തേ, എന്തെങ്കിലുമൊക്കെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ, സ്വീകരിക്കാൻ മനസ്സുള്ള ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് തുറന്ന മനസ്സാക്ഷി, തുറന്ന ഒരു ജീവിതം, ദൈവത്തിന് പ്രസാദകരമായൊരു ജീവിതം, സമർപ്പണമുള്ളൊരു ജീവിതം ഉണ്ടായെങ്കിൽ അവിടുന്ന് നമ്മളെ നിറച്ചിരിക്കും, നമ്മളെ ഉപയോഗിച്ചിരിക്കും. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഉത്തരം കിട്ടാത്തതിൻ്റെ ഉത്തരങ്ങൾ കിട്ടുവാൻ ഇന്നു മുതൽ കർത്താവ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളും ആത്മാവിൽ പിടിച്ചെടുക്കാൻ
ദൈവാത്മാവ് ഇന്ന് നിങ്ങളെ സജ്ജനാക്കും, ശക്തീകരിക്കും. ആത്മാവിൽ ചിലതിനെ ജയിക്കാൻ, നിങ്ങളുടെ ഗ്രോത്തിനെ തടയുന്ന, നിങ്ങളുടെ വളർച്ചയെ തടയുന്ന, നിങ്ങളെ മുരടിപ്പിക്കുന്ന, നിങ്ങളെ വ്യസനിപ്പിക്കുന്ന, നിങ്ങളെ കണ്ണുനീർ കുടിപ്പിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് രോഗം വിട്ടുമാറാതെ ശാപഗ്രസ്തനെ പോലെ ശാപം വിട്ടൊഴിയാത്തൊരവസ്ഥയിൽ നിങ്ങളെ ഫോളോ ചെയ്ത ചില ഇരുട്ടിൻ്റെ കണ്ണികളെ പൊട്ടിച്ചെറിയാൻ തക്കവണ്ണമുള്ള ഒരു ദൈവശക്തി നിങ്ങളുടെ മേൽ ദൈവം പകർന്നിരിക്കും. കാരണം തിരുവെഴുത്ത് പറയുന്നു, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ സകല സത്യത്തിലും വഴി നടത്തും. നിന്റെ വീട് ശാപം പിടിച്ചതാണ് എന്ന സാത്താന്റെ വ്യാജത്തെ സത്യത്തിൻ്റെ ആത്മാവ് സത്യത്തിൻ്റെ വഴിയിലൂടെ തിരുത്തിത്തരും. നിനക്കിനി ഒരു മുന്നേറ്റമില്ല എന്നുള്ള സാത്താന്റെ വ്യാജ വർത്തമാനത്തെ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ തിരുത്തി സത്യത്തിൻ്റെ വഴി തുറന്നു തരും. നീയൊന്നും ദൈവത്തിന് വേണ്ട എന്നുള്ള സാത്താന്റെ വ്യാജ വർത്തമാനത്തെ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ സത്യത്തിന്റെ വഴിയിൽ നിർത്തി നിനക്ക് തിരുത്തി തരും. അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത്, വലിയ വാക്കുകളാണ്, സമയമില്ല ഇനി അതൊന്നും എടുത്ത് ശുശ്രൂഷിക്കാൻ. അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. എനിക്കൊരു വാക്ക് തിരുത്താനുള്ളൊരു അവസരം കർത്താവ് തരുവാണ്. നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ദൈവത്തോടൊരു അപ്രീതി അല്ലെങ്കിൽ ദൈവത്തോടൊരു പിണക്കം, ദൈവത്തോട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേന്ന് അല്ലെങ്കിൽ ദൈവത്തോടൊരു പരിഭവം കാണിച്ചവരുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ശുശ്രൂഷ അവസാനിക്കുമ്പോൾ തമ്പുരാൻ അത് തിരുത്താൻ ഒരു അവസരം തരികയാണ്. അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് ഈ സത്യം അറിയിച്ച് തന്നതുകൊണ്ട് നിങ്ങൾ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തും. കുറ്റപ്പെടുത്തുമല്ല, പരിഭവിക്കുകയല്ല, മഹത്വപ്പെടുത്തും. അർത്ഥം, നിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരവസരം കർത്താവ് തന്നിരിക്കും. ദൈവമേ നിനക്ക് നന്ദി, നീ ഇതെനിക്ക് ചെയ്തു തന്നല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം തമ്പുരാൻ ഒരു അവസരം തന്നിരിക്കും. ദൈവം തമ്പുരാൻ ഒരു അവസരം തന്നിരിക്കും. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ മേലൊരു പുതിയ കൃപയും നിറവും ദൈവാത്മാവ് വരുത്തിയിരിക്കും. എത്ര ദൈവമക്കൾക്ക് അത് വിശ്വാസമുണ്ട്? എത്ര ദൈവമക്കൾക്ക് ഞാൻ ഈ പറഞ്ഞ വാക്ക് വിശ്വാസമുണ്ട്? അതെ, പരിശുദ്ധാത്മാവ് അത് ചെയ്തിരിക്കും. Oh my Jesus, oh my Lord Jesus. കർത്താവിനെ മഹത്വപ്പെടുത്തി എല്ലാ ദൈവമക്കളും അപ്പാ, ഈ എൻ്റെ മേൽ ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ എന്ന് എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. ചേർന്ന് പാട്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ, നിങ്ങളുടെ ജീവിതത്തിലെ മറഞ്ഞിരിക്കുന്ന വഴികളെ ദൈവത്തിന് വെളിപ്പെടുത്തുവാൻ തിരുവുള്ളം പ്രസാദിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അബ്ബാ, ഒരാത്മാവിൻ്റെ കാഴ്ചപ്പാടോടെ മുന്നേറുവാൻ ഞാൻ എന്ത് ചെയ്യണം അപ്പാ എന്ന ഒരു അന്വേഷണത്തോടുകൂടെ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്ന, സമർപ്പിക്കുന്ന, ഏൽപ്പിക്കുന്ന ഒരു പുതിയ ആരംഭം ദൈവവുമായി തുടങ്ങുന്ന ദൈവമക്കൾ ഇന്നത്തെ ഈ മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ അവിടുന്ന് അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ചോദിച്ചാൽ ഒന്നും പിടിച്ചു വെക്കാതെ നിങ്ങളുടെ മുമ്പിൽ തുറന്നു തരുന്ന നല്ല നാഥന്റെ മുഖത്തേക്ക് നോക്കി
ഒരു വചനം ഏറ്റു പറയാമോ? അവങ്കലേക്ക് നോക്കിയവർ മുഴുവനും പ്രകാശിതരായി എന്ന് തിരുവെഴുത്ത് പറയുന്നല്ലോ. അപ്പാ, ഇന്ന് ഈ സന്ദേശ മധ്യത്തിൽ ഇതാ ഞാൻ മനുഷ്യരിൽ നിന്ന് എന്റെ മുഖവും കണ്ണും പിൻവലിച്ച് ദൈവമുഖത്തേക്ക് നോക്കുന്നു. ദൈവമുഖത്തേക്ക്, ദൈവമുഖത്തേക്ക്. ദൈവം പരിശുദ്ധൻ, 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 ദൈവം പരിശുദ്ധൻ. എന്റെ ദൈവം പരിശുദ്ധൻ. ആ മുഖത്തേക്ക് നോക്കി ആർക്കെങ്കിലും പറയാൻ ഒക്കുവോ, ഹോ ദൈവം മഹാപാപിയെന്ന്? നോ. എനിക്കായി തകർന്ന മുഖം, എനിക്കായി പിളർന്ന ശരീരം, എനിക്കായി ചൊരിഞ്ഞ രക്തം, ആ രക്തത്തിന്റെ കാവലുള്ളത് കൊണ്ട് മാത്രം ഇന്നും ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്ന് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന എത്ര ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ട്? അങ്ങനെയാണെങ്കിൽ ആത്മാവ് കൊണ്ട് സകലത്തെയും വിവേചിക്കുന്ന നിലയിൽ, ആത്മാവ് കൊണ്ട് സകലത്തെയും വിവേചിക്കുന്ന നിലയിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ ഒരു പുതിയ അഭിഷേകത്തെ തുറന്നു തരികയാണ്. Come on, receive ചെയ്യാൻ മനസ്സുള്ളവർ, റിസീവ് ചെയ്യാൻ മനസ്സുള്ളവർ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അടഞ്ഞുപോയ എല്ലാ ആത്മ കണ്ണുകളും തുറക്കുന്ന ഒരു ഡിവൈൻ പവർ ഈ പ്ലാറ്റ്ഫോമിനകത്ത് വെളിപ്പെടട്ടെ. അടഞ്ഞുപോയ എല്ലാ ആത്മ കണ്ണുകളും തുറന്നു വരട്ടെ. എല്ലാ കുരുട്ട് കണ്ണുകൾ തുറക്കട്ടെ യേശുവിൻ നാമത്തിൽ. അടഞ്ഞുപോയ ആത്മാവിന്റെ കാതുകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എഫഥാ ചൊല്ലി തുറക്കുകയാണ്. ഓ, ഒരു പുതിയ റെവലേഷൻ, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ പ്രോഗ്രസ്, ഒരു പുതിയ പവർ, ഒരു സ്ട്രെങ്ത് ഇപ്പോൾ മുതൽ ഈ ജനത്തിന്റെ മേൽ അത് വ്യാപരിക്കട്ടെ. അത് കൊതിക്കുന്നവരുടെ മേൽ വ്യാപരിക്കട്ടെ. അത് കൊതിക്കുന്നവരുടെ മേൽ വ്യാപരിക്കട്ടെ. In the name of Jesus. Sherene makono sianda. ചിലരുടെ മേൽ കർത്താവിന്റെ ആത്മാവ് വരുന്നു. ചിലർ ദൈവാത്മാവ് സ്പർശിക്കുകയാണ്. സ്വർഗീയ പിതാവേ, ഈ ജനത്തെ അവിടുത്തെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം, അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വരുമ്പോൾ സകല വഴികളും, സത്യത്തിൻ്റെ വഴികൾ, ആത്മാവിൻ്റെ വഴികൾ, ജീവൻ്റെ വഴികൾ, സകലത്തിൻ്റെ കാര്യകാരണങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുമെന്ന് ഞങ്ങൾ തിരുവെഴുത്തിൽ വായിച്ചതിനായി ദൈവം അത് ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ഓരോ മക്കളെയും അവിടുത്തെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കുകയാണ്. അവിടുത്തെ തീ, അവിടുത്തെ ശക്തി, അവിടുത്തെ ജീവൻ ഈ ദൈവമക്കളുടെ മേൽ വെളിപ്പെടട്ടെ. ഇവരെ അഭിഷേകത്തോടെ വഴി നടത്തിയാട്ടെ. തിരുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു.
തിരുനാമ മഹിമയ്ക്കായി ഇവരുടെ സകല പ്രാർത്ഥനയ്ക്കും അവിടുന്ന് മറുപടി കൊടുത്താതിരിക്കണമേ. ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങളുടെ ഈ മീറ്റിങ്ങിൻ്റെ ലിങ്കുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഞങ്ങൾക്കൊരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ആ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുമുണ്ട്. കൂടാതെ ഞങ്ങളുടെ യൂട്യൂബിൻ്റെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഞങ്ങളുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഉണ്ടാകും. എല്ലാ മീറ്റിങ്ങിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ആ വാട്സാപ്പ് കമ്മ്യൂണിറ്റി മുഖേന ലഭിക്കും. സ്പെഷ്യൽ പ്രയറുകളുടെയും അതുപോലെ ഡെയിലി ഞങ്ങളുടെ ഈ മീറ്റിങ്ങിൽ രാവിലെ 6:30 വൈകുന്നേരം 6:30 ഒക്കെ നടക്കുന്ന മീറ്റിങ്ങിൻ്റെയും ഒക്കെ ലിങ്കുകൾ, പോസ്റ്ററുകൾ, അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ലഭിക്കും. ഇതുവരെ ഞങ്ങളുടെ ആ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താട്ടെ. ജസ്റ്റ് നിങ്ങൾ ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതിയാകും. അതിനകത്തുള്ള 2 ഗ്രൂപ്പുകളിൽ നിങ്ങൾ ആരും റിക്വസ്റ്റ് ഇടരുത്. കാരണം ഗ്രൂപ്പിൽ 256 പേരെ മാത്രമേ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വെറുതെ നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. കമ്മ്യൂണിറ്റി ആകുമ്പോൾ നമുക്ക് നമ്പേഴ്സായിട്ട് നമുക്ക് ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് കഴിയും. എൻ്റെ ഒരു അറിവനുസരിച്ച് 6000 പേർക്ക് വരെ ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. സോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രമേ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുള്ളൂ. കാരണം മെസ്സേജുകൾ വരുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർ ദയവായി കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യരുത്. കാരണം കമ്മ്യൂണിറ്റിയിൽ പോസ്റ്ററുകൾ ഇടും, ലിങ്കുകൾ ഇടും, മെസ്സേജുകളുടെ അറിയിപ്പുകൾ കൊടുക്കും. അത് നിങ്ങളുടെ ഫോൺ നിറയ്ക്കുന്നു. നിങ്ങൾക്ക് അത് അതിൻ്റെ ശബ്ദമൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ആരും വാട്സപ്പിൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യരുത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഈ കാണുന്ന അല്ലെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് ഈ യൂട്യൂബിൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് സ്വീകരിക്കാവുന്നതാണ്. പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ഞങ്ങളെയും കുടുംബമായി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർത്താട്ടെ. നിങ്ങൾക്ക് വ്യക്തിപരമായി എന്തെങ്കിലും പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഈ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ദൈവം നിങ്ങളെ സകലത്തിലും അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും പുതിയൊരു സന്ദേശവുമായി ഒരുമിച്ച് കർത്താവ് നമ്മെ കൂട്ടി വരുത്തുന്നത് വരെ തമ്മിൽ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.